ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. രാവിലെ നേരത്തെ പോകണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അധികം വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു രസമുണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന സ്ഥലം കണ്ടോ, ഫുള്ള് കാടൊക്കെ ആയതുകൊണ്ട് നല്ലൊരു രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ നല്ല മടിയായതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് അറിയുന്നതുകൊണ്ട് കുറച്ചും കൂടി മടി കൂടി. പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ പോകാനുള്ള സ്ഥലം എത്താനായി. ഞങ്ങളവിടെ എത്താനായപ്പോഴത്തേനും 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി. അവിടെ അധികം വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയി. വീഡിയോയാ ഞങ്ങൾ പോയ ദിവസം ഹോളിഡേ ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം ചേച്ചി ചേട്ടയും കൂടി പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറി. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബാണാസുര സാഗർ ഡാമിലേക്കായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. വയനാട്ടിലാണ് എന്ന് ഉള്ളൂ, പക്ഷേ വയനാട്ടിലെ പകുതി സ്ഥലങ്ങളും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വന്നത്. പിന്നെ അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറേ പേരിങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയറാൻ പേടിയായതുകൊണ്ട് പിന്നെ ഞാനത് കയറിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. അങ്ങോട്ട് പോകാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിച്ച് തരും നമ്മളെ. അപ്പോൾ ഇതാണ് നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യൂ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാമാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുമാണിത്. പിന്നെ എർത്ത് ഡാം എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാമാണ്. പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് സോളാർ പാനലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫിൽ കാണുന്ന എല്ലാം സോളാർ പാനലാണ്. ഇതിൻ്റെ എൻഡ് വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അവിടേക്ക് വരെ പ്രവേശനമുള്ളൂ. നമ്മുടെ ഇതിൻ്റെ ഷട്ടറിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. പിന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് എൻ്റെ ചേച്ചിയും ചേട്ടയും. പിന്നെ ഇതാണ് അച്ഛനും അമ്മയും. പിന്നെ ഇതാണ് ഞാൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കും ചേട്ടയ്ക്ക് ഈ ഒരു വീഡിയോ എടുത്തു കൊടുത്തപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്പീഡ് ബോട്ടൊക്കെ കണ്ടപ്പം ഞങ്ങൾക്കും ബോട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ടായിരുന്നു നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ 20 പേരോളം എങ്ങാണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത്രയും ആൾക്കാരില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ നല്ലൊരു മഴയും പെയ്തു. ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ പോയിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്നിട്ട് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കൊട്ടത്തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു പാർക്കിലേക്കാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ പോയി ഊഞ്ഞാലൊക്കെ ആടി. നല്ല രസമുണ്ടായിരുന്നു, കുറേ നേരം എൻജോയ് ചെയ്തു.
പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ്. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കളിക്കാനൊക്കെ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി നോക്കി ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് തേനെല്ലിക്കയും പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ പോയത് കൂടൽക്കടവായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കാണുന്ന ആ ഒരു പാറയിൽ മുതല കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൗണിലെത്തിയിട്ട് നേരെ ഞങ്ങൾ കോഫി കുടിക്കാൻ പോയി. അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈ ഒരു സാധനം കണ്ടു. അപ്പം ഇതെന്താ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് തലയിൽ വെക്കുന്ന കിരീടമാണെന്ന് തോന്നുന്നതാണ്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും എടുത്തൊന്നുമില്ല, കുറേ നോക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫ്രെയിംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഫ്രെയിം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.